afternoon. Okay. Ready ആയോ എല്ലാവരും? Okay. Good afternoon once again. Start ചെയ്യാൻ പോണേ. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം at the end of the പാർട്ടിലേക്ക് എത്തി. നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിലായിരുന്നു അല്ലെ. ഹ്യൂമൻ റിസോഴ്സുകൾ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ചാപ്റ്ററിൽ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നത്, പേഴ്സണൽ മാനേജ്മെന്റ്, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിന്റെ പേഴ്സണൽ പോളിസീസ് അല്ലെ, തൊഴിൽപരമായിട്ടുള്ള നയങ്ങൾ അതിനെന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ രീതിയിലാണ് എന്താ പറയാ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, സെലക്ഷൻ, ഇന്റർവ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചത് ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സ് പഠിച്ചു. ഓക്കെ, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ നമുക്കറിയാം വർക്ക് പ്ലേസിൽ, അതായത് സിമിലർ ആയിട്ട്, അതായത് ഒരു ജോലി സ്ഥാപനത്തിൽ, ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ എക്യുപ്മെന്റുകൾ, ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ആ ജോലി ചെയ്യുന്നത്, അതേ മെറ്റീരിയൽസും ടൂൾസും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ജോലി എവിടെയാണോ ആ വർക്ക് പ്ലേസിൽ കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിനെ കൊണ്ടുവന്ന് അതെല്ലാം തന്നെ ഉപയോഗിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ട്രെയിനിങ് രീതി, അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ OJT എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ജോബ് ഇൻസ്ട്രക്ഷൻ, അത് ഗ്രാജുവൽ ആയിട്ടുള്ള ലേണിംഗ് ആണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് പഠിക്കുന്നു, അടുത്ത കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റെപ്പ് അടുത്തത് പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ പഠിക്കുന്നു, അങ്ങനെ ആ ഒരു ഗ്രാജുവൽ ലേണിംഗ് ആണ് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ JIT. പിന്നെ അപ്രന്റീസ്ഷിപ്പും അതിനകത്ത് തന്നെ വരുന്നതാണ്. അതായത് ജോലി സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ കുറെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇത് വിൽ ബി പ്രൊവൈഡഡ് സ്മോൾ വേജസ് അല്ലെ, ചെറിയ ഒരു എമൗണ്ട് വേജസ് ആയിട്ടോ അല്ലെങ്കിൽ സാലറീസ് ആയിട്ടോ ഒക്കെ കൊടുത്ത് ചെറിയ തുകയ്ക്ക്. കാരണം കാര്യം പഠിക്കാതെ കൊണ്ടാക്കിയേക്കണം, എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി കൊണ്ടാക്കിയിരിക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോയി ആക്കി. എന്നാലും അവിടെ ചെറിയ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അപ്രന്റീസ്ഷിപ്പ്. അത് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകളായിട്ട് പഠിച്ചു. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ വേറെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് വർക്ക് പ്ലേസിൽ, യഥാർത്ഥ വർക്ക് പ്ലേസിലല്ല ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, അവേ ഫ്രം ദ ജോബ് പ്ലേസ്. ജോബ് പ്ലേസ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിന്റെ കുറച്ച് എവിടെയെങ്കിലും മാറിയിട്ടുള്ള ആക്ച്വൽ വർക്ക് ഫോറിൽ അല്ലാതെ നടത്തി കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. പല രീതിയിൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, കോൺഫറൻസ്, കേസ് സ്റ്റഡീസ്, റോൾ പ്ലേ, അതായത് നമ്മൾ ആ ഒരു അവസ്ഥയിലല്ല തന്നെ അതുപോലെ അഭിനയിച്ചിട്ടൊക്കെ പ്രിട്ടൺ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ, P ഗ്രൂപ്പ്, 8ഓ 14ഓ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ എണ്ണം ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അവര് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ഒക്കെ എന്ത് ചെയ്യുന്നു, ലേൺ ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കാൻ അവർക്ക് അവരുടേതായ ഐഡിയാസ്, എക്സ്പീരിയൻസ്, ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ, റിയാക്ഷൻസ് ഒക്കെ ചെയ്യാനൊക്കെ ഒരു അവസരമുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ വരെയാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഐ തിങ്ക് സോ അല്ലെ, അവിടെ വരെയല്ലേ എടുത്തത്? അപ്പൊ ബൈ ദ എൻഡ് ഓഫ് ദ പാർട്ട്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്.
പെർഫോമൻസ് അപ്രൈസൽ ആണ്. നമ്മൾ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് എംപ്ലോയീസ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദ ജോബ് റിക്വയർമെന്റ്സ് അല്ലെ. അതായത് നമ്മൾക്ക് ഓരോ ആളുകളും ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ വേണ്ട അതിന്റെ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവരുടെ ജോലി എത്രത്തോളം അവർ ചെയ്യുന്നുണ്ട് അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. അങ്ങനെ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ജോലി ഞാൻ ചെയ്തു എന്ന് എസ്റ്റിമേഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റാൻഡേർഡ് അല്ലെ. അപ്പോ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കൺവേഡ് ടു ദ എംപ്ലോയീസ്. അങ്ങനത്തെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ്. ഈ ലെവലിലേക്ക് നിങ്ങൾ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യട്ടെ എന്നുള്ളതാണ് എംപ്ലോയീസിനെ കൺവേ ചെയ്തിരിക്കണം. അത് എംപ്ലോയീസിനെ കൺവേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പെർഫോം ചെയ്യും. ആൻഡ് വി ഹാവ് ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ റിയൽ പെർഫോമൻസ് എന്താണെന്ന് മെഷർ ചെയ്യണം. അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെത്തി ഇതാണ് അവരുടെ റിയൽ പെർഫോമൻസ്. നമ്മുടെ സ്റ്റാൻഡേർഡ് എവിടെയാ? അപ്പൊ ഇത് നമ്മൾ കമ്പയർ ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിനേക്കാൾ ബിയോണ്ട് അതിന്റെ അപ്പുറത്തേക്കാണ് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എങ്കിൽ വി ഷുഡ് അപ്രീഷിയേറ്റ് അല്ലെ. അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്രീസ് ചെയ്യുക. അതായത് ചെയ്തിരിക്കുന്ന ജോലി വെൽ ഡൺ അല്ലെ, വെരി ഗുഡ്. അത് മറ്റുള്ളവരുടെ ഇടയിൽ എന്താ പറയാ ഒന്ന് പ്രേസിങ് പ്രശംസിക്കുക ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതേസമയം നമ്മുടെ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഇതാണ് പെർഫോമൻസ് അപ്രൈസലിന്റെ സ്റ്റെപ്സ്. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞു മാത്രം. പെർഫോമൻസ് അപ്രൈസലിന്റെ സ്റ്റേജസ് പ്രോസസ്സിന്റെ ഘട്ടങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ടിക്കറ്റ് വെച്ചേക്കാം. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എല്ലാവരും കയറി വരുമ്പോൾ ഇത് പറഞ്ഞു തുടങ്ങുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡൂകൾ കൂടി കയറാനുള്ളവർ കേൾക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത്. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പൊ പറഞ്ഞത് എവിടേക്കാണെന്നൊന്ന് ഓർത്തെടുത്ത് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞത്. യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് മോട്ടിവേഷൻ ആണ്. എന്താണ് മോട്ടിവേഷൻ? അപ്പൊ നമ്മൾ നേരത്തെ തൊട്ട് മുകളിൽ പറഞ്ഞത് പെർഫോമൻസ് അപ്രൈസലാണ്. സോ ആഫ്റ്റർ എസ്റ്റിമേറ്റിംഗ് ദ പെർഫോമൻസ് ഓരോ എംപ്ലോയീസിന്റെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് പെർഫോമൻസ് ഒക്കെ നമ്മൾ എന്താ പറയാ അസസ് ചെയ്തു അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തു, എസ്റ്റിമേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് റീച്ചിങ് അവരെത്തിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എത്തിയവരാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ലെവലിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ ഓർഗനൈസർ that means the employer may take some necessary steps for motivating employees. എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇവരെ ഒന്നുകൂടി കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. അപ്പൊ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ആയിട്ടൊക്കെ നമ്മൾ പ്രൊവൈഡിങ് മോട്ടിവേഷൻസ് വി ക്യാൻ അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പൊ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടും ഓർഗനൈസേഷന്റെ ഒരുമിച്ചുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് വാട്ട് എവർ തിങ്സ് അവരെ എന്താ പറയാ പെർഫോമൻസിന്റെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം. എന്ന് വെച്ചാൽ അവരുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഓരോ എംപ്ലോയീസിന്റെയും ഉത്പാദനക്ഷമത പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ഇത് മോട്ടിവേഷണൽ പ്രോസസ് എന്ന് പറയുന്നത്. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഒന്നുകൂടി വർദ്ധിപ്പിക്കാം. ഇപ്പൊ നിലവാരം ഇങ്ങനെയാണ്, പക്ഷെ എന്നാൽ കുറച്ചുകൂടി നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ കൂടുതൽ റിസൾട്ട് നമുക്ക് അവരിൽ നിന്ന് കിട്ടും എന്നൊക്കെയാണെങ്കിലും അത് മോട്ടിവേഷനിലൂടെ നടത്തിയാൽ പറ്റും. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്തെന്ന് വിളിക്കുക മോട്ടിവേഷണൽ പ്രോസസ് എന്ന് വിളിക്കുക. അപ്പൊ ദ ഗോൾസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ പെർസ്വേഡിംഗ് വർക്കേഴ്സ്. കണ്ടോ? ഈ വർക്കേഴ്സിനെ ഒന്നുകൂടി അങ്ങനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ പ്രചോദിപ്പിച്ച് അവരെ കുറെ പ്രേരിപ്പിച്ച് ആ ഓർഗനൈസേഷന്റെ ഗോളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പ്രോസസ് അതിനെയാണ് നമ്മൾ മോട്ടിവേഷണൽ പ്രോസസ് എന്ന് വിളിക്കുക. അപ്പൊ അണ്ടർലൈൻ ചെയ്തേക്കണം എന്താണ് മോട്ടിവേഷണൽ പ്രോസസ് എന്നുള്ളത് അവിടെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബൈ ഡൂയിങ് ദിസ് ഈ മോട്ടിവേഷണൽ പ്രോസസിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്കേഴ്സിനെ പല രീതിയിലും പെർസ്വേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് അട്രാക്ട്സ് ഓർ ബിഗിൻസ് ദ വർക്ക് ഓർ ബിഗിൻസ് ടു ആക്ട് അഗൈൻസ്റ്റ് ഇറ്റ്. അങ്ങനെ വരുമ്പോൾ ഒരു എംപ്ലോയീസിന് ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവര് അതിൽ അട്രാക്ട് ചെയ്യപ്പെടും, അതിൽ ആകർഷിതരാകും. എന്ന് വെച്ചാൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടുമ്പോൾ അത് മോട്ടിവേഷൻ ഏത് രീതിയിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ തൊട്ട് താഴെ പഠിക്കാൻ പോകണ്ടിട്ടാ. അപ്പൊ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി നമുക്ക് കുറച്ചുകൂടി ഔട്ട്പുട്ട് കൊടുക്കാം, എന്റെ ഇതല്ല എനിക്ക് ഇതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടത്. അത്
നമുക്ക് കിട്ടുന്ന മോട്ടിവേഷനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൗ മച്ച് ഐ ഷുഡ് ഗീവ് മൈ ഔട്ട്പുട്ട്, എത്രത്തോളം ഔട്ട്പുട്ട് ഞാൻ അങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ കുറെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എംപ്ലോയീസിനെ ഒരുമിച്ച് നിർത്തി മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളാണ്. അത് മോട്ടിവേഷൻ കൊടുത്ത് തന്നെ കൂടെ നിർത്തണം. അപ്പോഴാണ് കൂടുതൽ അവരതിൽ എന്താ പറയാ ആ ഒരു ഇതിലേക്ക്, അതായത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി നൽകണമെന്ന് അവർക്ക് തോന്നുക. അപ്പൊ അതിലേക്ക് അട്രാക്റ്റഡ് ആകും എംപ്ലോയീസ് ആൻഡ് ദേ ബിഗിൻ ടു ആക്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കാനും തുടങ്ങും. ഓക്കെ, ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി അറ്റൈൻഡ്. അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ, ദ മോർ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആണെങ്കിൽ ദ മോർ ദ റിസൾട്ട് വിൽ ബി. തീർച്ചയായിട്ടും റിസൾട്ട് അതനുസരിച്ച് വളരുമെന്നാണ്. ക്ലിയർ ആയോ? മനസ്സിലായി? മോട്ടിവേഷൻ എന്താണെന്ന് ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? പോകാണ് അടുത്തതിലേക്ക്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ. ഇനി എന്താണ് ഈ മോട്ടിവേഷൻ കൊണ്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട എന്താ പറയാ നേട്ടം എന്താണ്? ക്ലിയർ ആയോ? പറഞ്ഞത് നേരത്തെ റിയാക്ഷൻസ് ഒന്നും ഇല്ല? ഇല്ല, എല്ലാവരും പോയാ? ഓക്കെ, യെസ്. അപ്പൊ എന്താണ്, അപ്പൊ ഇനി നമ്മൾ അടുത്തത് എന്താണ് കൊണ്ടുള്ള ഒരു നേട്ടം, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും മോട്ടിവേഷൻ കൊടുക്കുന്നത്? There are different types of characteristics or features which can be obtained by motivation. തീർച്ചയായിട്ടും മോട്ടിവേഷനിലൂടെ ഒരു ഓർഗനൈസേഷനിലേക്ക് നമുക്കൊരു എംപ്ലോയിയുടെ എന്തൊക്കെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയാമോ മോട്ടിവേറ്റഡ് ആകുമ്പോ? ദാറ്റ് മീൻസ് ഓരോ എംപ്ലോയീസിന്റെയും, ഗ്രൂപ്പ് ആയിക്കോട്ടെ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അത് ആളുകൾ എത്രത്തോളം വില്ലിംഗ് ആണ് ടു വർക്ക്, എത്രത്തോളം താല്പര്യത്തോടെ ഒരു ജോലി ചെയ്യുന്നു വിത്ത് പാഷൻ. കണ്ടോ, പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഭയങ്കരമായ ആഗ്രഹത്തോടെ ചെയ്യുമ്പോഴാണ് അത് പാഷനായി. എന്റെ പാഷനാണ് എന്ന് വെച്ചാൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. ദാറ്റ് മീൻസ് അതിനോട് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് പാഷൻ ആകുക. അല്ലാണ്ട് ആരെങ്കിലും ഉന്തി തള്ളിയോ എങ്ങനെയെങ്കിലും നടന്നു കഴിയുന്ന പോലെ ചെയ്യുന്നത് പാഷൻ എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ ആളുകൾ അത് പ്രൊഫഷണലി ചെയ്യുക. എന്ത് ടാസ്ക് കൊടുത്താലും അത് എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് ആയിട്ട്, ഇൻട്രസ്റ്റോട് കൂടി, ഇൻതൂസിയാസ്റ്റിക് ആയിട്ട്, ഇൻതൂസിയാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് എന്ത് ടാസ്ക് കൊടുത്താലും വിത്ത് സ്മൈൽ ഞാൻ അത് ഏറ്റെടുക്കും. കാരണം എനിക്കത് പറ്റുമോ? അതല്ല, നെഗറ്റീവ് അടിക്കുകയല്ല അല്ലെ. ചില കാര്യങ്ങൾ ചില ആളുകളോട് പറയുമ്പോൾ അപ്പൊ തന്നെ അതിനൊരു നെഗറ്റീവ് ഒരു കമന്റ് കൊണ്ടുവരും. അതായത് അത് പറ്റുമോ ഇല്ലെന്ന് അല്ലെ. നമ്മളത് പെർഫോം ചെയ്ത് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തു നോക്കും അല്ലെ. ഒട്ടും പറ്റുന്നില്ല എങ്കിൽ മാത്രം നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതർവൈസ് വി ഹാവ് ടു മേക്ക് എ ട്രൈ അല്ലെ. തീർച്ചയായിട്ടും ഒരു ട്രൈ ചെയ്യാൻ പറ്റും ആർക്കും. അങ്ങനെ ആളുകളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കാനും വളരെ എന്താ പറയാ സന്തോഷത്തോടെ, എന്താ പറയാ സമാധാനത്തോടെ, ഇൻട്രസ്റ്റോടെ, താല്പര്യത്തോടെ ഒക്കെ മാത്രമല്ല ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ, എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് സംതൃപ്തിയോടെ വിത്ത് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. കണ്ടോ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയാ, നമ്മളിപ്പോ ഒരു കാര്യത്തിന് മുന്നിട്ട് നിൽക്കുക എന്ന് പറയില്ലേ, ഇനീഷ്യേഷൻ എടുക്കുക എന്ന് പറയാ മുന്നോട്ടേക്ക് വരിക, പിറകോട്ട് പോകാതെ. അതാണ് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഉത്തരവാദിത്വത്തോടെ, പിന്നെന്താ പറയാ ഒരു വിശ്വാസത്തോടെ, അതായത് പരസ്പരം അതന്നെ മുൻകൈ എടുക്കുക, അതന്നെ മുന്നിട്ട് നിൽക്കുക, മുൻകൈ എടുക്കുക. അതായത് ഒരു നേതൃത്വം പോലെ ഞാൻ നമുക്ക് ചെയ്യാം. ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അയ്യോ അത് നമ്മളെ കൊണ്ട് പറ്റൂ, വേണ്ട നമുക്ക് ആവശ്യമില്ലാത്ത ഏറ്റെടുക്കണ്ട എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ ചില ആളുകളുണ്ട് അതിനകത്ത് ഒക്കെ പോസിറ്റീവായിട്ട് എടുക്കും. എന്ന് വെച്ചാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ, ലെറ്റ്സ് ട്രൈ അല്ലെ. അങ്ങനെ എല്ലാവർക്കും എല്ലാം സാധിക്കും. ഒരു വിധമൊക്കെ നമ്മളെ കൊണ്ട് പറ്റി. ഒത്തിരി ആളുകളെ നമുക്ക് മോഡലാക്കേണ്ടതുണ്ട്. റോൾ മോഡൽ പല മേഖലകളിലും ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ, ഡിഫിക്കൽട്ടീസും ഡിസബിലിറ്റീസും ഒക്കെ സഹിച്ചിട്ട് എത്രയോ ആളുകളാണ് ഇന്ന് മുൻനിരയിൽ വന്നേക്കണേ. നമ്മളൊക്കെ ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ രാജ്യം അറിയപ്പെടുന്ന ആൾക്കാരായി മാറിയിരിക്കുന്നത്. ഒത്തിരി പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ട് മുന്നോട്ട് വന്നവരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അവരെയൊക്കെ നമുക്ക് പാഠമാക്കി കൂടെ. നമ്മളെപ്പോഴും നെഗറ്റീവ്സ് ആയിട്ട് മാത്രം ചിന്തിക്കണം അല്ലെ. നമ്മൾ നെഗറ്റീവ്സിനെ പറഞ്ഞേക്ക്, നെഗറ്റീവ്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ആയിട്ട് ബി പോസിറ്റീവ്. അപ്പൊ അത്തരം ടാസ്കുകളൊക്കെ എന്ത് കൊടുത്താലും അത് റെസ്പോൺസിബിൾ ആയിട്ട്, ലോയൽ ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് അല്ലെ, വളരെ അച്ചടക്കത്തോടെ ഒക്കെ ചെയ്യുമ്പോ, പിന്നെ അഭിമാനത്തോടെ, കോൺഫിഡൻസോടെ, ഒത്തിരി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം വർദ്ധിപ്പിക്കും ആൾക്കാരുടെ എന്ത് മോട്ടിവേഷനിലൂടെ. ആ മോട്ടിവേഷന്റെ പ്രധാനപ്പെട്ട പർപ്പസ് ഇതെല്ലാമാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നത്, ഒത്തിരി കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ടു വർക്ക് വിത്ത് പാഷൻ, ടു മേക്ക് ഇനീഷ്യേഷൻ, ഇൻട്രസ്റ്റ്, enthusiasm, high personal and group moral satisfaction, sense of responsibility, loyalty, pride, confidence,
ഓക്കെ, ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ എല്ലാം ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ഓർഗനൈസേഷന്റെ ഗോൾസ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഇതിനുള്ളത്, മോട്ടിവേഷൻ ഉള്ളത്. ആ ഒരു സെന്റൻസിൽ കുറെ വേർഡുകൾ, അതായത് കുറെ എന്താ പറയാ, കുറെ ഫീച്ചേഴ്സ് അതിനകത്ത് പറയുന്നത്, ഒരുപാട് സവിശേഷതകൾ ആ ഒരു മോട്ടിവേഷന് ഉള്ള കുറെ സവിശേഷതകളോടെ പറയുന്നതായിട്ട് പർപ്പസ് ആയിട്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് വെറുതെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇങ്ങനെ മോട്ടിവേഷണൽ ടെക്നിക്സ് ഇറ്റ് വിൽ പേഴ്സ്വേഡ് ദ പേഴ്സണൽ ഗ്രോത്ത് ഓഫ് ദ എംപ്ലോയീസ്. തീർച്ചയായിട്ടും അത് ഓരോ ജോലിക്കാരുടെയും തൊഴിലാളിയുടെയും വ്യക്തിപരമായ വളർച്ചയ്ക്ക് കൂടി കാരണമാകുന്നുണ്ട്. ഏത് മോട്ടിവേഷണൽ ടെക്നിക്കുകൾ, പുതിയ പുതിയ മോട്ടിവേഷണൽ ടെക്നിക്കുകളൊക്കെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് ഇന്നതൊക്കെ തരാം, ഇന്നതുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പല രീതിയിലുള്ള മോട്ടിവേഷൻസ് കിട്ടുമ്പോൾ എനിക്ക് കൂടുതൽ ആ ജോലി ചെയ്യാനുള്ള താല്പര്യം കൂടിയാ വരാം. അത് നമ്മൾ ഇനി അടുത്ത പോയിന്റിലാണ് പറയാൻ പോണേ, അടുത്ത ടോപ്പിക്കിലാണ് പറയാൻ പോണേ. മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻഡ് ടു ഇൻക്രീസ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാനുള്ള ചില മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ചില ടെക്നിക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെ ടെക്നിക്കിലൂടെയാണ് മാനേജ്മെന്റ് ആളുകളിൽ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ നോക്കുന്നത്? ആ ഹെഡിങ് കണക്ട് ചെയ്യണം. ഹെഡിങ് കണക്ട് ചെയ്തിട്ടാണ് അതിന്റെ താഴെയുള്ളത് ചുവടുകൾ വായിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ത് ഹെഡിങ് ഒന്നും അറിയില്ല, അതറിയാണ്ട് നിങ്ങളൊന്ന് വെറുതെ ഇങ്ങനെ കാണാപ്പാടം പോലെ പഠിക്കരുത്. എന്ത് ടെക്നിക്സ് ഉപയോഗിക്കാം മാനേജ്മെന്റിന്? എന്തിന്? ടു ഇൻക്രീസ് ദ മോട്ടിവേഷൻ ഇൻ എംപ്ലോയീസ്. തൊഴിലാളികളിലെ മോട്ടിവേഷൻ ആക്കാൻ, അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻസ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ടെക്നിക്സ് ആണ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. There are mainly two techniques ആണ്. ഒന്ന് ഫിനാൻഷ്യൽ ടെക്നിക് അല്ലെങ്കിൽ മോട്ടിവേഷനും, രണ്ട് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനും. ഫിനാൻഷ്യൽ വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം, ബൈ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുത്തിട്ട് എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം. അത് ഇൻ ദ ഫോം ഓഫ് സാലറി, വേജസ്, ലീവ് പേ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, പിന്നെ പ്രോഫിറ്റ് ഷെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവരെ ഉൾപ്പെടുത്തി. ഇപ്പൊ സാലറി കൊടുക്കാൻ ആരും ജോലി ചെയ്യൂലെന്നറിയാം, പക്ഷെ സാലറിയിൽ ചിലപ്പോഴൊക്കെ ഇവര് കൂടുതൽ മോട്ടിവേഷൻ കൊടുത്തപ്പോൾ കൂടുതൽ നന്നായി പ്രവർത്തിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്തു, നേരത്തെ സാലറിയിൽ ഇച്ചിരി കൂടുതൽ കൊടുത്ത്, മനസ്സിലായോ? ഒരു ചെറിയ ഇൻക്രിമെന്റ്, അത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ വേണ്ടിയിട്ടാണ്. കാരണം കൂടെ കാണുന്നവൻ അല്ലെങ്കിൽ കൂടെയുള്ള എംപ്ലോയി വിചാരിക്കും അവൻ അത്രയും നന്നായി പെർഫോം ചെയ്തുകൊണ്ടല്ലേ അവൻ ആ ഒരു ഇൻക്രിമെന്റ് സാലറിയിൽ കിട്ടിയത്. തീർച്ചയായിട്ടും അപ്പൊ അടുത്ത മാസം മുതൽ എനിക്കും അതിലേക്ക് എത്തണം എങ്കിൽ ഞാനും അതനുസരിച്ച് ട്രൈ ചെയ്യണം, അല്ലെ? അപ്പൊ മറ്റുള്ളവരെ കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ ഇതുപോലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസ് എംപ്ലോയീസിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ വേജസ് കൂട്ടി കൊടുക്കുക, സാലറി കൊടുക്കുക, മാത്രമല്ല ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന ലാഭം. നമുക്കറിയാം, ഒരു ബിസിനസ് നടത്തുന്നതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ഇറ്റ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. തീർച്ചയായിട്ടും ലാഭം ഉണ്ടാക്കൽ തന്നെയാണ് ഏത് ബിസിനസിന്റെയും ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലെത്തി അവര് ലാഭം ഉണ്ടാക്കുമ്പോ ലാഭം ആരുടെയാണ്? പ്രോഫിറ്റ് ഈസ് ടു ദ എന്റർപ്രണർ, അല്ലെ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഉത്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഓർഗനൈസർ മീൻസ് ദ എന്റർപ്രണർ, ആൾക്കുള്ളതാണ് എന്താ പറയാ പ്രോഫിറ്റ്. ബിക്കോസ് ക്യാപിറ്റൽ, ബിസിനസ് നടത്താനുള്ള മൂലധനം കൊണ്ടുവന്നത് ബിസിനസ്സുകാരനാണ്. തീർച്ചയായിട്ടും അതിന്റെ ആ മൂലധനം ഇറക്കിയതിന്റെ എന്താ പറയാ നഷ്ടസാധ്യതകളുടെ ഒരു കോമ്പൻസേഷൻ ആണ് അയാൾ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്റർപ്രണർക്കുള്ളതാണ്. എന്നാൽ ഇന്ന് ഒരുപാട് ഓർഗനൈസേഷൻസ് ദേ ആർ ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ് ദ എംപ്ലോയീസ് ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ്. അവരുടെ ബിസിനസ് ഓരോ പടിപടിയായി ഉയരുമ്പോൾ അതിന്റെ ലാഭത്തിൽ ഉണ്ടാകുന്ന വർധനവില് ആരെയും കൂടി പങ്കാളികളാക്കുന്നുണ്ട്? എംപ്ലോയീസിനെ കൂടി പങ്കാളികളാക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ലാഭവിഹിതത്തിന് ഒത്തിരി വലിയത് മുഴുവനും കൊടുക്കാനല്ല, കോടിക്കണക്കിന് രൂപ ലാഭം ഈ എംപ്ലോയീസ് ഒക്കെ കൂടി ജോലി ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത്. നമ്മൾ വെൻ വി ആർ എ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെ സംരംഭത്തിന്റെ ഭാഗമാകുന്ന ഈച്ച് ആൻഡ് എവരിവൺ, ആ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വളരുന്നതും അതോടൊപ്പം തന്നെ തളരുന്നതും. ചിലപ്പോൾ സമയത്തൊക്കെ തളർന്നു പോകും, കാരണം അവർ ഉദ്ദേശിച്ച ലാഭത്തിലേക്കൊന്നും എത്തിയില്ലെങ്കിൽ. അപ്പൊ വളർത്തുന്നതും തളർത്തുന്നതും എല്ലാവരും കൂടിയിട്ടാണ്. അപ്പൊ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്, വളർത്തുന്നതിനും തളർത്തുന്നതിനൊക്കെ. അപ്പൊ ആ വളർച്ചയുടെ ഓരോ അണുവിലും ആരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഒരുപാട് പേരുടെ എന്താ പറയാ അധ്വാനമുണ്ട്, അല്ലെ?
ഹാർഡ് വർക്കിംഗ് ഉണ്ട്. അപ്പൊ എംപ്ലോയീസും അതിന്റെ ഒരു പാർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ആ പ്രോഫിറ്റിൽ നിന്ന് ഒരു ചെറിയ ഭാഗമൊക്കെ അവർക്കത് ക്യാഷ് ആയിട്ടൊക്കെ കൊടുക്കുക, അത് മോണിറ്ററി ആയിട്ട് മണി രൂപത്തിൽ കൊടുക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, ലീവ് വിത്ത് പേ എന്ന് പറഞ്ഞാൽ എന്താ, ലീവ് എടുക്കുക, പക്ഷെ അതിന് പേയ്മെന്റ് എന്തായാലും കിട്ടുന്നുണ്ട്. കാരണം എന്താ, അവര് അത്രയും ലീവ് എടുക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ ജോലികളെല്ലാം പെർഫെക്റ്റ് ആണ്, ഒരു കുറ്റവും പറയാനില്ല. എ ഗ്രേഡ് കൊടുക്കേണ്ടി വരും. കാരണം ആ വരുന്ന ദിവസങ്ങളിൽ ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടീസ് പെർഫെക്റ്റ്ലി. അപ്പൊ പിന്നെ അവരെ നമ്മൾ എങ്ങനെ നെഗറ്റീവായിട്ട് കാണും? ഒരു പണിയും ചെയ്യുമില്ല. എന്താ പറയാ, മാസത്തില് 5-6 ദിവസം ലീവ് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കാണോ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും അല്ല, അവർ ലീവ് എടുത്തോട്ടെ, പക്ഷെ അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നമുക്ക് അവിടെ നോക്കേണ്ട ആവശ്യമില്ല അല്ലെ? അങ്ങനെയുള്ളവർക്ക് ആ ലീവ് അനുവദിക്കുക, പേയ്മെന്റ് കൊടുക്കുക. ചില മിക്ക ഓർഗനൈസേഷനിലും, അതായത് പ്രൈവറ്റ് ഓർഗനൈസേഷനിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് നമ്മൾ ലീവ് എടുത്താൽ ലീവിന്റെ കട്ട് ഓഫ് പോകും അല്ലെ, അവരുടെ സാലറി കട്ട് ചെയ്ത് പോകും. പക്ഷെ ഇവിടെ പേയ്മെന്റ് കൊടുക്കണം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മോട്ടിവേഷൻ. തീർച്ചയായിട്ടും അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ നോക്കി അതനുസരിച്ചുള്ള ലെവലിലേക്ക് എംപ്ലോയീസ് വരണം. അത് കൊണ്ടുവരുന്നതിനുള്ള ടെക്നിക്കാണ് മാനേജ്മെന്റ് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നത്. ദെൻ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്. ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറെ കാശിന് ചെലവായി, ഇങ്ങനെയുള്ള ചില എംപ്ലോയീസ് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ മെഡിക്കൽ എക്സ്പെൻസ് എത്രയാണ് അവർ ബീറ്റ് ചെയ്തത്, അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുക അവർക്ക്. ആ പേയ്മെന്റ് അല്ലെങ്കിൽ അത്തരം എക്സ്പെൻസുകൾ ഇവരുടെ ഇത് ഓർഗനൈസേഷൻ വഹിക്കാം. ഓക്കെ, അപ്പൊ അതും ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. എന്താണെന്ന് മനസ്സിലായോ? ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ടെക്നിക്ക് എന്തിനാണ് മാനേജ്മെന്റ് എടുക്കുന്നത്? മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാനാണ്. അത് ഏതൊക്കെ രീതിയിലാണ് അത്തരം ഫിനാൻഷ്യൽ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? സാലറി രൂപത്തിൽ, വേജസ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് പേ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? മനസ്സിലാവാത്തല്ലോ. അടുത്തേക്ക് പോകാണ്ട് അടുത്തത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കുമ്പോ ഈ പറയുന്നതെല്ലാം ഈ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ വിഭാഗത്തിൽ വരുന്നതാണ്. കുഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ഹെഡിങ് അല്ല, അതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഉള്ളിലുള്ളത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എന്താണ് അറിഞ്ഞിരിക്കുക പക്ഷെ ഓരോന്നും. അപ്പൊ നോൺ ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞ് കാശായിട്ട് കൊടുക്കുക, ലീവ് എടുത്തു പേയ്മെന്റ് കൊടുക്കുക, കാശ് കൊടുക്കണ്ട അവിടെ, ബോണസ്, സാലറി, ലാഭത്തിന്റെ വിഹിത ഒക്കെ ക്യാഷ് ആയിട്ട്. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ആശുപത്രിയിൽ വല്ല ഇന്നലെ വരാൻ പറ്റില്ല ജോലിക്ക്, എന്തെങ്കിലും കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് കാശൊക്കെ ചെലവായിട്ടുണ്ട്, അതിന്റെ പൈസയൊക്കെ കൊടുക്കുക. അതൊക്കെ ഫിനാൻഷ്യൽ പ്രൊവൈഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ടായിരിക്കാം, ഇൻഡയറക്റ്റ്. ചിലപ്പോൾ അവിടെ നിന്ന് കാശ് കൊടുത്തില്ല, പകരം എംപ്ലോയീസ് മെഡിക്കൽ ഹോസ്പിറ്റലിലെ ബില്ല് പേ ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒക്കെ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. ഇനി നോൺ ഫിനാൻഷ്യൽ ഒക്കെ എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ. അത് കാശായിട്ട് കൊടുക്കുന്നില്ല, മനസ്സിലായി? മോണിറ്ററി റിവാർഡുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, എന്നാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിവാർഡുകളായിട്ടാണ്. ഒന്നാമത്തെ അപ്രൈസൽ, പ്രസ്റ്റീജ്, ഒരാളുടെ അഭിമാനത്തെ അല്ലെങ്കിൽ ആളെ എന്താ പറയാ അഭിമാനത്തിന് ഉതകുന്ന രീതിയിൽ അവർ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാനിക്കുക, ബഹുമാനിക്കുക, അപ്രൈസ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അനുമോദിക്കുക, പ്രശംസിക്കുക. അങ്ങനെ അത് കാശായിട്ടൊന്നുമല്ല, അത് നന്ദി മാത്രമുള്ളതല്ലേ, കാശൊന്നുമില്ലാതെ ചോദിക്കണം കൊണ്ട് അതാണ് ഇത്. അവർക്കൊരു അപ്രീസിയേഷൻ കൊടുക്കുക. ഇപ്പൊ ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് മീറ്റിംഗ് ഒക്കെ വിളിച്ച് കൂട്ടിയിട്ട് അവരെ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലായിരുന്നു, പക്ഷെ അവരിങ്ങനെ ഒരു ലെവലിലേക്ക് ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയി എത്തി. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പ്രശംസിക്കണം എന്ന് വെച്ചിട്ട് ആൾക്കാരുടെ മുമ്പിലൊക്കെ വെച്ച് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ഒരു എന്താ പറയാ അതൊക്കെ ഒരു ടാസ്കൊക്കെ നടത്തി അവരൊരു അപ്രീസിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അതൊക്കെ കേൾക്കുമ്പോ ഒന്ന് എന്താ പറയാ നമ്മളൊന്ന് ഏറി പോകാന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒന്ന് ഇറക്കി പോകാൻ പറ്റും. അപ്പൊ അതൊരു മോട്ടിവേഷൻ ആണ്. മറ്റൊന്നെന്താണ്? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. അതുപോലെ അഭിമാനം, സ്റ്റാറ്റസ്, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കറിയാം നമ്മുടെ അഭിമാനത്തിന് എന്താ പറയാ അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് അതന്നെ മൊമെന്റോ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. വാക്കുകളായാലും മതി, അതാ പറഞ്ഞത്, വാക്കുകളായാലും മതി. മൊമെന്റോ കൊടുക്കണേ കൊടുക്കട്ടെ, പട്ടണിക്കണേ അത് എണീച്ചോട്ടെ, വട്ടമറിക്കണേ ഒന്ന് പ്രശംസിക്കുക. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പ്രശംസ ഏത് രീതിയിലും ആകാം, മൊമെന്റോ കൊടുക്കാം, ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി ഓരോരുത്തരുടെയും സ്റ്റേറ്റസ് അല്ലെങ്കിൽ നമുക്കൊരു അപ്രീസിയേഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഒരു നമ്മുടെ അഭിമാനത്തെയൊക്കെ കുറച്ച് ഉയർത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാം. അപ്പൊ എന്താണെന്നറിയോ, അതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചില ആളുകൾ, ചില എംപ്ലോയീസ് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫർണിച്ചർ നേരത്തെ ഉണ്ടായിരുന്ന സെറ്റപ്പ് ഒക്കെ മാറി നമ്മളിരിക്കുന്ന സ്ഥലമൊക്കെ കുറച്ചുകൂടി ഒന്ന്
ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കി, നേരത്തെ ഉണ്ടായിരുന്ന ഫർണിച്ചർ മാറ്റി. കാരണം ആള് കുറച്ചുകൂടി ലെവൽ ഉയർന്നു. കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിൽ നിന്നും ഒത്തിരി അബോവിലേക്കാണ് ആ ഒരു എംപ്ലോയി നമ്മളെ കൊണ്ടുപോയത്, നമ്മുടെ ഓർഗനൈസേഷനെ കൊണ്ടുപോയത്. ആഫ്റ്റർ ഓൾ പുള്ളിക്കാരന്റെ ജോലി ചെയ്തതെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് കോസ്റ്റ്ലി ഫർണിച്ചർ കൊടുക്കുക, അവർക്ക് അവരിരിക്കുന്ന റൂമിന്റെ തറയിലൊക്കെ നല്ല കാർപ്പറ്റൊക്കെ പിടിക്കുക, കണ്ടോ നേരത്തെ ക്ലീൻ സെറ്റപ്പ് ഒക്കെ കൊണ്ട് മാറ്റിയത്. ദാറ്റ്സ് ഓൾ. ഇനി അവരിരിക്കുന്ന മുറിയുടെ വാൾസിൽ പിക്ചേഴ്സ് ഒക്കെ ഹാങ് ചെയ്യാൻ, പിക്ചേഴ്സ് വരപ്പിക്കേണ്ടതാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഒരു വേണമെങ്കിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ ആളെ സഹായിക്കാനായിട്ട് ഒരു അസിസ്റ്റന്റിനെ കൂടി പ്രൊവൈഡ് ചെയ്യാം. കണ്ടോ, അതൊക്കെ മാനേജ്മെന്റ് ചെയ്യുന്ന ആളുടെ സ്റ്റാറ്റസും പ്രൈഡും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ. കണ്ടോ, അത് എവിടുന്ന് കിട്ടണേ, എവിടുന്ന മോട്ടിവേഷൻ കിട്ടണേ? നമ്മൾ ചെയ്യുന്ന ഓരോ നമ്മുടെ തന്നിരിക്കുന്ന ടാസ്കുകൾ നമ്മൾ വെൽ ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്കാണ് അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവരും അതിൽ മോട്ടിവേറ്റഡ് ആകും. കാരണം അടുത്ത ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് എനിക്കും കിട്ടണമെന്ന് ഞാനും ആഗ്രഹിക്കും, അല്ലെ? എന്റെ കൊളീഗിന്, എന്റെ കൂടെയുള്ള ആൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ? നാളെ ആ ഒരു സ്ഥാനം കിട്ടേണ്ടത് എനിക്കാണെന്ന് എന്റെ മനസ്സിലുണ്ടാകണം. അങ്ങനെയൊക്കെ വന്നു പോയാൽ മതി എന്നാണെങ്കിലും ഓക്കെ, അതിനൊന്നും നമുക്ക് ഇല്ല, പറയാനില്ല. ഇത് മോട്ടിവേഷന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. അപ്പൊ സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡാണ്. മറ്റൊന്ന് കോമ്പറ്റീഷനാണ്. ഒരു ഫേമില്, ഒരു ഓർഗനൈസേഷനിൽ ദർ ഇസ് നോ നീഡ് ഓഫ് എനി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയീസ്. തീർച്ചയായിട്ടും എംപ്ലോയീസ് തമ്മിൽ ഒരു കോമ്പറ്റീഷന്റെയും ആവശ്യം ഒരു ജോലി സ്ഥാപനത്തിലില്ല. ഒരു ഓർഗനൈസേഷൻ അവളെക്കാൾ കൂടുതൽ ഞാൻ ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ മനസ്സിലൊന്നും ആരും മത്സരബുദ്ധി ഒന്നും ഇല്ല. മത്സരമല്ല, ഓർഗനൈസേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ടാസ്കുകളെല്ലാം കൃത്യമായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. പക്ഷേ ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ടു വിൻ or to increase my or to satisfy my ego, എന്റെ ഈഗോ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒന്നുകൂടി മറ്റുള്ളവരിൽ മെച്ചപ്പെടണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് അങ്ങനെ എനിക്കൊരു ചാൻസ് കിട്ടി, ആ ചാൻസ് കിട്ടിയാൽ പരമാവധി എനിക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് അതിന് ഞാൻ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഒരു മത്സരമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മത്സരത്തിലില്ല, പങ്കെടുക്കുന്നില്ല, ഞാൻ മാറിക്കുന്നു പറയല്ല. എനിക്കൊരു ചാൻസ് വിൻ ചെയ്യാൻ കിട്ടുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ ജോലി എന്തെങ്കിലും പറയുന്നു, അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരാണോ, അപ്പൊ അത് എനിക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ അന്നേരം മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഒരു കിട്ടുന്ന സമയം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, വൈ ഷുഡ് ബി ഗിവ് അപ്പ്? നമ്മൾ എന്തിനാണ് അത് അവസരങ്ങൾ ഇല്ലാതാക്കുന്നത്? നമുക്ക് വരുന്ന ചാൻസുകൾ നമുക്ക് വിൻ ചെയ്യാൻ, നമുക്ക് നേടാൻ കിട്ടുന്ന അവസരങ്ങൾ നമുക്കത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടാണ്. സോ വി ക്യാൻ സാറ്റിസ്ഫൈ അവർ ഈഗോ. നമുക്ക് തന്നെ ഒരു ഈഗോ ഇൻക്രീസ് ചെയ്യാൻ, നമ്മുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു കോമ്പീറ്റ് വിത്ത് വൺ അനദർ ഇഫ് ദേ ഫീൽ ദേ ഹാവ് എ ചാൻസസ് ടു വിൻ ആൻഡ് സാറ്റിസ്ഫൈ ദെയർ ഈഗോ. അവരുടെ ഈഗോ വർദ്ധിപ്പിക്കാനും സാറ്റിസ്ഫൈ ചെയ്യിക്കാനും അവർക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അത് ചെയ്യാം. അല്ലാതെ നമ്മള് എംപ്ലോയീസ് തമ്മിൽ കിടന്ന് ഇനി കൂടിയിട്ട് മത്സരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അതൊരു മത്സരം പോലെ. അങ്ങനെ ആളുകൾക്ക് ചാൻസുകൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു മോട്ടിവേഷൻ ആണ്, മറ്റുള്ളവർക്ക് അത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. ഒരു അധികാരം കൊടുക്കൽ. അതും ഇതുപോലെ തന്നെ എന്താ പറയാ, ഏതെങ്കിലുമൊക്കെ എംപ്ലോയീസിന് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡിൽ ഒക്കെ എത്തുമ്പോൾ അവർക്കൊരു അധികാരത്തെ മറ്റുള്ളവരെ കൊണ്ട് എന്താ പറയാ ജോലികൾ ചെയ്യിപ്പിക്കാനുള്ള ഒരു അധികാരം കൂടെ കൊടുത്തേക്കാണ്. അവർ ഗിവൺ ടാസ്ക് മറ്റുള്ളവരെയൊക്കെ അത് കൊണ്ട് ചെയ്യിപ്പിക്കുക ഒരു മോട്ടിവേഷൻ തന്നെയാണ് അത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എന്നോട് പറയാണത് ബാക്കിയുള്ള ടീച്ചേഴ്സിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ് എന്നിലേക്ക് അധികാരപ്പെടുത്തുമ്പോ അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മളിലേക്ക് അത് നിക്ഷിപ്തമാക്കുമ്പോ നമ്മൾ അവരെന്തോ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് മോട്ടിവേഷൻ ഫോർ മീ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മോട്ടിവേറ്റ് ആക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് അവർ നോക്കും, ഓ അത് ആ ആളോടാണ് പറഞ്ഞത്, അത് നമ്മളോട് പറഞ്ഞില്ല, സോ അവരിൽ എന്തെങ്കിലും എക്സ്ട്രാ കണ്ടക്ട് ആകാം എന്നൊക്കെ അല്ലെ, അതൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാരം ചുമതലപ്പെടുത്തുക അല്ലെങ്കിൽ ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കുക, അതാണ്. നെക്സ്റ്റ് വൺ എന്താണ്? പാർട്ടിസിപ്പേഷൻ. ആ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ വരുന്നത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ വായിച്ചു വെച്ചേക്കുക, മനസ്സിലാക്കി വെക്കണം. നമ്മൾ എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നോട്ട് ഇമ്പോർട്ടന്റ് തന്നെയാണ്. നോട്ടുകളിൽ നിങ്ങൾക്ക് പലതും അറിയേണ്ട കാര്യങ്ങളുണ്ട്. എന്നാലാണ് പരീക്ഷയെ മാത്രം ഫേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ PDF-നകത്താ ഉള്ളത്. നോട്ടിലെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രമാണോ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാത്രം പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം. അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കും, അങ്ങനെ പഠിക്കാം. നോട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ,
അടുത്ത പാർട്ടിസിപ്പേഷൻ. ഈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് ഓഫ് സം എംപ്ലോയീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഏതൊരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ചില എംപ്ലോയീസിനെ അവരുടെ സഹായ സഹകരണ സാന്നിധ്യമൊക്കെ അവരെ കൂടി ഉൾപ്പെടുത്തുക. ചില എംപ്ലോയീസിനെ, എല്ലാവരെയും അല്ല. അപ്പൊ അങ്ങനെ ആരെയായിരിക്കും ചിലപ്പോൾ ഉൾപ്പെടുത്തുക ആ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ? അതായത് വളരെ നല്ല രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നവരിൽ നിന്ന് ആരെങ്കിലും കുറച്ചുപേരെ സെലക്ട് ചെയ്യുക. അല്ലാണ്ട് എല്ലാവരെയും കൊണ്ടുവന്നിരുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓർഗനൈസേഷന്റെ എന്തെങ്കിലും ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അതിന് അർഹതപ്പെട്ടവരെ വിളിക്കാം. അപ്പൊ അർഹതപ്പെട്ടവരുടെ അത് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും എക്സ്ട്രാ ഉള്ള ആളുകളെയായിരിക്കും നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക തീർച്ചയായിട്ടും. അപ്പൊ സെലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരെയും വന്നിരുന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. തീരുമാനമെടുക്കൽ, പല സംഗതികളെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്ത് തീരുമാനമെടുക്കുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത കാടുകയറുന്ന ചിന്തകളോ ഐഡിയാസോ നമുക്ക് ആവശ്യമില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുള്ളതുമുള്ള ഐഡിയാസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല നല്ല ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മോട്ടിവേഷൻ ആണ്. ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പങ്കെടുപ്പിക്കുക ആരെ? എംപ്ലോയീസിനെ. ഇത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ്, അവരുടെ സഹായ സഹകരണങ്ങള് അവരുടെ ബുദ്ധിപരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ള സാന്നിധ്യവും വേണം, ഫിസിക്കൽ ആയിട്ടുള്ള സാന്നിധ്യവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കാളികളാക്കുന്നു. അതാണ് മറ്റൊരു മോട്ടിവേഷൻ. അതൊന്നും ഫിനാൻഷ്യൽ നേച്ചർ അല്ല, കാശൊന്നും അല്ല അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് ജോബ് എൻലാർജ്മെന്റ് ആണ്. ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ജോബ്. നമുക്ക് തന്നിരിക്കുന്ന ജോലിയുടെ കോംപ്ലിക്കേഷൻ കുറച്ചുകൂടി കൂട്ടുന്നു. അതെന്താ കാരണം? എന്താ, നമുക്ക് തന്നിരിക്കുന്ന ജോലി, അപ്പൊ എനിക്കൊരു ജോലി എന്നിൽ തന്നു, ഞാനത് ചെയ്തു, വളരെ ഈസി ആയിട്ട് ഞാൻ ചെയ്തു. അപ്പൊ അവരുടെ വിചാരം എന്തായി? ഇതൊക്കെ സിമ്പിൾ ആയി പോയിട്ടാണ്. അപ്പൊ നമുക്ക് ചെയ്യാം. കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി എന്തായാലും ഷീ ഓർ ഹി വിൽ ഡു ഇറ്റ്. അന്ന് മാനേജ്മെന്റിന് തോന്നും അവർക്ക് അത് ചെയ്യാൻ പറ്റും, കാരണം ഇത് എത്ര സിമ്പിൾ ആയിട്ട് ചെയ്തേ. അപ്പൊ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി കൊടുക്കുക. എന്ന് വെച്ചാൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ആ ലെവലൊക്കെ അത് തന്നെ. പക്ഷെ അവർക്ക് കൊടുത്ത ജോലിയുടെ കോംപ്ലിക്കേഷൻ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു കൊടുക്കുക. കാരണം മാനേജ്മെന്റിന് അറിയാം ദേ വിൽ ഡു ഇറ്റ്, അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളുന്നു ഉറപ്പുണ്ട്. അതൊരു മോട്ടിവേഷൻ ആണ്. കണ്ടോ, ഞാൻ ഇതിങ്ങനെ നിസ്സാരമായി ചെയ്തുകൊണ്ട് എനിക്ക് അടുത്ത പണി തന്നു എന്ന്, അല്ലെ? അത് എൻലാർജ്മെന്റ് ആണ്. Is the process of increasing the complication of job with a view to appealing high order needs. ആവശ്യമില്ല നമുക്ക് അത് കാര്യം മനസ്സിലാക്കാം. അപ്പൊ ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിക്കേഷൻ ആയ വർക്ക് വർദ്ധിപ്പിക്കുക. അത് പറയുന്നത് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. അതായത് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി പക്ഷെ കുറച്ചുകൂടി കൂടുതൽ ജോലി അങ്ങോട്ട് ഏൽപ്പിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ സെയിം ലെവലിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് കൂടുതലായിട്ട് ആൾക്ക് കൊടുക്കുന്നു. കാരണം ഇത്ര കൊടുത്തപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. ഇത്ര ടാസ്ക് കൊടുത്താലും ആളത് നിസ്സാരമായിട്ട് ചെയ്യുന്നു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതൊരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ്. അടുത്തത് എന്താ? ജോബ് റൊട്ടേഷൻ ആണ്. ജോബ് എൻലാർജ്മെന്റ് പോലെയല്ല ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാലില്ലേ, നമ്മളിപ്പോ ചില ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് മോണോട്ടണി ആൻഡ് ബോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ബോറടിക്കുക, ഭയങ്കരമായിട്ട് ഒരു താല്പര്യക്കുറവ് തോന്നി. എല്ലാ ദിവസവും ഈ ചെയ്ത ജോലി തന്നെയല്ലേ, കാലത്ത് ഓടിക്കും ചെറുത് ഇന്നലെ ചെയ്ത് തന്നെ ചെയ്യുമല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബോറടിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കുറച്ച് സ്കില്ലും നോളജ് ഒക്കെ വർദ്ധിപ്പിക്കാനും ആ ബോറടി മൊണോട്ടണി ഒക്കെ മാറ്റാനും വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ജോബ് കൂടി ആൾക്ക് കൊടുക്കുക. എന്ന് വെച്ചാൽ ആ ബോറടി മാറ്റാൻ ആളെ മാറ്റുക, വേറെ കുറച്ചുകൂടി സ്കില്ലും നോളജ് ഒക്കെ കൂടുതൽ ആവശ്യമായ റിലേറ്റഡ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ജോലി ഏൽപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഒരു പുതുമ തോന്നും, അല്ലെ? നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വ്യത്യസ്തമായി എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്തു? ഒരു എന്താ പറയാ, നമുക്കൊരു നോവൽറ്റി തോന്നും, ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ആ ജോലി ചെയ്യാൻ പറ്റും. അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം വ്യത്യാസമുണ്ട്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഓഫ് വർക്കുകൾ കൂട്ടിക്കൊടുക്കുക, വർദ്ധിപ്പിച്ചു കൊടുക്കുക. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം വൺ ടു അനദർ ജോബ് in order to reduce monotony and boredom. Monotonyയും boredom, അതായത് എന്താ പറയാ, ഈ നമ്മളിങ്ങനെ ഓരോ ആവർത്തന വികസത ബോറൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയിനെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ജോബ് എൻറിച്ച്മെന്റ് ആണ്. ഇറ്റ്സ് എ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്.
വെർട്ടിക്കൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഉണ്ടായിരുന്ന ജോലിനെ കുത്തയുടെ മുകളിലേക്ക് കയറ്റുക എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഡ്യൂട്ടീസ് ഒക്കെ കൂടി, നേരത്തെ പറഞ്ഞതിൽ കൂടിയിട്ടില്ല. അതേ ഉത്തരവാദിത്വത്തിലൊക്കെ നിന്നുകൊണ്ട് കുറച്ച് കൂടുതൽ ജോലികൾ കൊടുക്കുന്നതായിരുന്നു അല്ലെ? ഏത്? ജോബ് എൻലാർജ്മെന്റ്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി മാറ്റി കൊടുക്കുന്നത്, നേരത്തെ ചെയ്യപ്പെടുന്ന ജോലിയിൽ നിന്നും ആ ബോറടി മറ്റു കാര്യമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുന്നതാണ് ജോബ് റൊട്ടേഷൻ. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഇംപ്രൂവ്മെന്റ് ഓഫ് ജോബാണ്. ഇവിടെ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി മുകളിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ബന്ധപ്പെട്ട് പറയും. ഈ ജോബ് എൻറിച്ച്മെന്റിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ മേക്ക് എൻ എംപ്ലോയി ടു എ മാനേജർ. ഒരു എംപ്ലോയിയെ മാനേജർ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ജോബ് എൻറിച്ച്മെന്റിന്റെ മറ്റൊരു നേട്ടം, ഒരു ഗോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? എംപ്ലോയി ആയിരുന്നു, അവസാനം ചെയ്ത് എന്ത് ചെയ്തു? എംപ്ലോയി മാറി ആരായി? മാനേജറിന്റെ പൊസിഷനിൽ എത്തി. കാരണം എന്താ? ആളെ മോട്ടിവേറ്റ് ചെയ്ത് ആൾക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ആള് മോട്ടിവേറ്റഡ് ആയി ആ മുകളിലേക്ക് എത്തി. വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പടിപടിയായി കൂടി ഒരു എംപ്ലോയി എന്ന തലത്തിൽ നിന്നും മാനേജർ എന്ന തലത്തിലേക്ക് എത്താൻ അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധിക്കും. ജോബ് എൻറിച്ച്മെന്റ് ക്ലിയർ ആയല്ലോ? വേർഡുകൾ ഓരോന്നും അറിഞ്ഞു വെക്കണം കേട്ടോ. ജോബ് എൻറിച്ച്മെന്റിലെ ദ ഗോൾ ഓഫ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന സെന്റൻസ് മാർക്ക് ചെയ്തേക്കാം. ജോബ് എൻറിച്ച്മെന്റ് ഇസ് നോട്ട് ജസ്റ്റ് ടു മേക്ക് ദ വർക്ക് മോർ വേരിയഡ്. വ്യത്യസ്തമായ ജോലി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ജോബ് എൻറിച്ച്മെന്റിന്റെ ഉദ്ദേശം. പക്ഷെയോ ബട്ട് ടേൺ എവറി എംപ്ലോയി ടു മാനേജർ. ഓരോ എംപ്ലോയിനെയും മാനേജറാക്കി മാറ്റുക എന്നതാണ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അടുത്തത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഉന്തുക, തള്ളുക, അല്ലെ? ബലം കൊടുക്കുക. റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ എന്തിനെ കുറിച്ചായിരിക്കും? തകലും ഉന്തലും ഒക്കെ എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സിംഗ് ആണ്. അപ്പൊ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. അത് വീണ്ടും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് രണ്ട് തത്വങ്ങളിൽ അവർ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ വീണ്ടും എൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക? എൻഫോഴ്സ് ചെയ്യാൻ ഒന്നുകൂടി ചെയ്യുക, അവരെ ഒന്നുകൂടി മോട്ടിവേറ്റഡ് ആക്കുക എന്ന്. ഇത് പക്ഷെ ചെയ്യണമെങ്കിൽ വീണ്ടും ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾസ്. രണ്ട് തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് റീഇൻഫോഴ്സ്മെന്റ് നടക്കുന്നത്. രണ്ടെണ്ണം മതി, എയും ബിയും മതി, സി വേണ്ട. ഓക്കെ, രണ്ടേ തത്വമുള്ളൂ. അത് രണ്ട് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. എന്താണത്? ഒന്ന്, ഇതൊരു ബിഹേവിയർ ആണ്, ഒരു പെരുമാറ്റച്ചട്ടമാണ്. എന്ത്? നമ്മളൊരു ആളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ when the result or the consequence, അതിന്റെ ഒരു ഫലം, പ്രതിഫലം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ we can continue or repeat that process. ആ പ്രോസസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തന്നു, എന്നെ ഏതെങ്കിലും രീതിയിൽ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ മോട്ടിവേറ്റ് ചെയ്തപ്പോ എന്ത് പറ്റി? ഞാൻ അതില് എനിക്ക് എന്താ പറയാ അട്രാക്റ്റഡ് ആയി. ഞാൻ എനിക്ക് തന്നിരിക്കുന്ന ജോലി ഞാൻ കൂടുതൽ നല്ല രീതിയിൽ കൂടുതൽ എനർജിയിൽ ചെയ്യാൻ തുടങ്ങി. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, വളരെ കൃത്യമായിട്ട്, പെർഫെക്റ്റ് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് ഞാൻ അത് ചെയ്തു. ഓരോ പ്രാവശ്യം അങ്ങനെ കൂടുതൽ ചെയ്യുമ്പോ അതെന്ത് പറ്റും? ഞാൻ കൂടുതൽ ചെയ്യണം. അതിന്റെ റിസൾട്ട് എന്തായി? പോസിറ്റീവ് ആയി. ദാറ്റ് മീൻസ് ഞാൻ എന്നിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആകണമെങ്കിൽ ആണെങ്കിൽ അത് ഓർഗനൈസേഷന്റെ നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും, അല്ലെ? എന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് ബിസിനസ് സംരംഭത്തിന് നേട്ടമാണ്. അപ്പൊ എന്തായി? നമ്മൾ അതിന്റെ ഫലം, ആ ഒരു മോട്ടിവേഷന്റെ ഫലമാണ് പോസിറ്റീവായിട്ടാണ് വന്നത്. കാരണം ഞാൻ മോട്ടിവേറ്റഡ് ആയി വീണ്ടും കൂടുതൽ നല്ല രീതിയിൽ ചെയ്തു. അപ്പൊ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് മാനേജ്മെന്റിന് കിട്ടി. അങ്ങനെയാണ് ഈ മാനേജ്മെന്റ് ആ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നിൽ നിന്ന് ആ റിസൾട്ട് വരുന്നുണ്ട്, പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? മോട്ടിവേഷൻ കൊടുത്തു, ബട്ട് ദ കോൺസിക്വൻസ് ഓർ ദ റിസൾട്ട് ഈസ് നെഗറ്റീവ്. ഒരു റിസൾട്ടും ഇല്ല, ഒരു മോട്ടിവേഷൻ ഒന്നും ചെയ്തതും ഒരു കുലുക്കവും ഇല്ല. ഞാൻ അതേപോലെ തന്നെ നേരത്തെ നിന്നും 1% പോലും there is no change. എന്റെ റിസൾട്ട്, ഞാൻ കൊടുക്കുന്ന റിസൾട്ട് ഒരു മാറ്റമില്ലാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു. അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോകുന്നു. ഇല്ല, നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവും എന്നിൽ കാണുന്നില്ല എങ്കിൽ ആ പ്രോസസ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കുറെ പ്രാവശ്യം ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ആ റിസൾട്ട്, ആ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്ത് വെറുതെ അതിനുവേണ്ടി കാശ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ ആയിപ്പോയി. കാരണം there is no effect in that particular employee. ആ എംപ്ലോയിയിൽ യാതൊരു തരത്തിലുള്ള ഗുണമോ മാറ്റമോ ഒന്നും കാണുന്നില്ല. നെഗറ്റീവ് റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ പിന്നെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണോ? വേണ്ട, അതവിടെ ഡ്രോപ്പ് ചെയ്യണം.
കാരണം അത് കൊടുക്കുന്നതുകൊണ്ട് ബിസിനസ്സിന് നഷ്ടമേ വരുന്നുള്ളൂ. ഇവിടെ യാതൊരു രീതിയിലും എംപ്ലോയി മോട്ടിവേറ്റഡ് ആകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഈ 2 പ്രിൻസിപ്പിൾസിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ബിഹേവിയർ വിച്ച് സീംസ് ടു ലീഡ് ടു എ പോസിറ്റീവ് കോൺസിക്വൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നൽകുന്ന ഒരു രീതിയിലാണ് എങ്കിൽ it tends to be repeated. That means the reinforcement should be repeated. Reinforcement നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും ആവർത്തിക്കാം പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ. ബട്ട് if the consequence is negative, എന്നാൽ കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ we should drop that idea. അല്ലെങ്കിൽ എന്താ പറയാ മോട്ടിവേഷൻ എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ആ സംഭവം എന്ത് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യണം. That means which is not to be repeated. ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. അപ്പൊ ഇത് ഏത് രീതിയിലാണോ റിവാർഡുകളൊക്കെ എംപ്ലോയീസിന് കൊടുത്തിട്ട് ഏത് രീതിയിലുള്ളത് വേണമെന്ന് ആര് തീരുമാനിക്കണം, അത് ഓർഗനൈസേഷൻ തീരുമാനിക്കണം. ഓക്കെ, എയും ബിയും റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എയും ബിയും പോയിന്റിൽ ടിക്കുക. എയും ബിയും മാത്രം മതി കേട്ടോ. ഓക്കെ, അടുത്തത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് അതും മറ്റൊരു മോട്ടിവേഷൻ ആണ്. അതായത് ആളുകളുടെ ജീവിത നിലവാരം ഒക്കെ കുറച്ചുകൂടി കൂടുതൽ എന്താ പറയാ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ കൊടുത്തിട്ട് പുതിയ പുതിയ എൻട്രൻസുകൾ ഉണ്ടാവില്ലേ, പുതിയ പ്ലേസ്മെന്റുകൾ വഴിയായിട്ടൊക്കെ യങ്സ്റ്റേഴ്സിനെയൊക്കെ നമ്മുടെ യുവ തലമുറയൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്കൂളുകളിൽ നിന്ന്, സ്കൂളല്ല ഈ ടെക്നിക്കൽ സ്കൂളാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുപോലെ തന്നെ കോളേജസിൽ നിന്നൊക്കെ പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്ത് കുട്ടികളൊക്കെ കൊണ്ടുവരിക. അവരൊക്കെ ഫ്രഷേഴ്സ് ആണ്. കാരണം ഒരുപാട് നല്ല എന്താ പറയാ ചൂടുള്ള ഐഡിയാസുമായിട്ട് നല്ല തലകളായിട്ടുള്ള ആളുകളാണ് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഐഡിയ അവരുടെ തലയിലുണ്ടാവും. അപ്പൊ അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ. കാരണം എല്ലാവരും ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് പേഴ്സൺസ് ഹാവ് ഡിഫറെന്റ് ഐഡിയാസ്. എല്ലാ ആളുകളും വ്യത്യസ്തരാണ്. വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തമായ ആശയങ്ങളും അവരുടെ തലയിൽ കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ക്രിയേറ്റീവ് ടാസ്കുകളൊക്കെ ഈ യങ്സ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. അതൊരു പ്രത്യേക മോട്ടിവേഷൻ ആണ്. ഓക്കെ, യങ്സ്റ്റേഴ്സിനൊക്കെ അതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എംപ്ലോയീസിന് they can choose their own time. That means they can begin at any time the work, and also they can exit the time workplace according to their desired time. ഏത് എംപ്ലോയീസിനെയും അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഒരു പ്രത്യേകതയിലനുസരിച്ച് എംപ്ലോയീസിന് അവർക്ക് തന്നെ ഒരു ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ചൂസ് ചെയ്യാം എപ്പോ നമുക്ക് ജോലിക്ക് കയറണം, എപ്പോ നമ്മൾക്ക് ഇറങ്ങാം എന്നുള്ള ഒരു കാര്യം ചൂസ് ചെയ്യാൻ അവർക്ക് തന്നെ ഒരു ഫ്രീഡം കൊടുത്തേക്കാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ജോലിക്കാർക്ക് മോട്ടിവേറ്റഡ് ആവുക. നമ്മുടെ ഇഷ്ടത്തിന് സമയം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ വർക്ക് ചെയ്തോളാം. അങ്ങനെ ഓരോരുത്തർക്ക് ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി കഴിയുമ്പോൾ അതൊരു മോട്ടിവേഷൻ അല്ലേ. കാരണം അങ്ങനെ വരുമ്പോൾ ആളുകൾ കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടും അത്തരം ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യാനൊക്കെ. കാരണം എന്റെ സമയം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്ന സമയത്തെ പറ്റുള്ളൂ, അങ്ങനെ എനിക്ക് തരുമോ എന്ന് എംപ്ലോയീസ് ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ അട്രാക്ട് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും എനിക്ക് ആ സൗകര്യമുള്ളതുകൊണ്ടാണ്. ഇന്ന് ഒത്തിരി ഓൺലൈനിൽ നമ്മൾ ഒത്തിരി ആഡ്സ് ഒക്കെ കാണുന്നുണ്ട് അല്ലെ, സോഷ്യൽ മീഡിയാസില് അല്ലെ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ സമയം ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാം അല്ലെ. സ്മാർട്ട് ഫോൺ, നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് സമയം ചൂസ് ചെയ്ത് ഇത്ര മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ജോലി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആഡ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ജോലിയും ചെയ്യുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ടീച്ചിങ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓൺലൈൻ വഴി. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അത് മാത്രമല്ല ഓർഗനൈസേഷനിലും അതുപോലെ തന്നെ എംപ്ലോയീസിന് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ദെയർ ടൈം. എപ്പോ തുടങ്ങാനും എപ്പോ അവസാനിപ്പിക്കാനും ഒക്കെ അവർക്ക് സമയം കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ഇതെല്ലാം നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസ് വിഭാഗത്തിൽ വരുന്നതാണ്. ഫിനാൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത് പല രീതിയിൽ വേജസ്, സാലറി, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് പേ, മെഡിക്കൽ റിംബേഴ്സ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ് ഒരു വിഭാഗം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹെഡിങ് എന്തായാലും അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കാം. ക്ലിയർ ആയോ? നേരത്തെ പറഞ്ഞ റീഇൻഫോഴ്സ്മെന്റ് അണ്ടർലൈൻ ചെയ്തിരുന്നോ? ക്ലിയർ ആയല്ലോ? യെസ്. അടുത്തത് ലാസ്റ്റ് പാർട്ടാണ്. ഇത് നമുക്ക് തീർക്കാം. അതെന്തായാലും ചെറിയ ഭാഗമാണ്. എന്താണ് മൊറൈൽ? എംപ്ലോയി മൊറൈലാണ്. മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? enthusiasm, feeling of enthusiasm, zeal, confidence,
ഇൻ ഇൻഡിവിജ്വൽസ് അല്ലെ. അതായത് വ്യക്തികളിലും അതുപോലെ ഗ്രൂപ്പുകളിലും ഉണ്ടാകുന്ന ഒരു തരം ഫീലിംഗ് ആണ് enthusiastic ഫീലിംഗ്, സന്തോഷം. ഗ്രേറ്റ് enthusiasm ആണ് സീൽ എന്ന് പറയുന്നത്, വിശ്വാസം, കോൺഫിഡൻസ്. ഇതൊക്കെ ഒരു ടാസ്ക് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഹൗ പെർഫോം ഇറ്റ്, ആ എല്ലാവരും ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന പ്രത്യേകതകളോട് വളരെ സന്തോഷത്തോടെ, വളരെ enthusiastic ആയിട്ട്, വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇൻഡിവിജ്വൽസ് എങ്ങനെയാണത് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ മൊറൈൽ എന്ന് വിളിക്കുക കേട്ടോ. മൊറൈൽ എന്ന വേർഡിന്റെ ആ ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മൊറൈൽ മീൻസ് എ ഫീലിംഗ് ഓഫ് enthusiasm, zeal, confidence in individuals or group that will be able to handle the task allotted to them. ഓരോരുത്തർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, അത് ഏത് രീതിയിൽ ഫീലിംഗ് ഓഫ് enthusiasm, zeal and confidence ഈ പറയുന്ന വികാരങ്ങളോട് കൂടി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും, മൊറൈൽ എന്ന് വിളിക്കും. മൊറൈൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെന്റൽ ആറ്റിറ്റ്യൂഡ്, മെന്റൽ കണ്ടീഷൻ, നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. അതാണ് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ. എന്റെ കൂടെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ അവരോടൊക്കെ നമ്മൾ എങ്ങനെയാ മീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാ അവരോട് സഹകരിക്കുന്നത്. ചില ആൾക്കാർ ആരുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടു പോകില്ല, എപ്പോഴും അടിപിടി. ചില ആളുകളോട് അങ്ങനെ ഒറ്റയ്ക്ക് സിംഗിളാണ്, ഞാൻ മറ്റുള്ളവരോടൊന്നും സംസാരിക്കില്ല, അങ്ങനെയൊക്കെ. അതൊന്നും പറ്റില്ല. ഒരു ഗ്രൂപ്പായിട്ട് നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടെയുള്ള കൊളീഗ്സുമായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടി വരും, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. സോ വി ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് ദം അല്ലെ. അപ്പൊ ആ ഒരു ഫീലിംഗ് അതൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരും എടുക്കുന്നത്, അത് ആ ഒരു മെന്റൽ കണ്ടീഷൻ, അതൊക്കെയാണ് മൊറൈൽ എന്ന് പറയുന്നത്. ഒരു ഗുഡ് മൊറൈൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ ഇങ്ങനെയുള്ളവർക്ക് അത് ഒരു എംപ്ലോയിയുടെ enthusiasm ആൻഡ് വോളണ്ടറി പെർഫോമൻസ്, അത് എങ്ങനെയാണ് സ്വമേധയാ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നത്, ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു ഗുഡ് മൊറൈൽ ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ കണ്ടാ മനസ്സിലാവുന്നത്. അതായത് ഓർഗനൈസേഷൻ ആരും പറയണ്ട, കുന്നണ്ട, തള്ളണ്ട, എന്തിന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അറിഞ്ഞ് കണ്ട് പ്രവർത്തിക്കാൻ പറ്റും. അതിന് ഒരു ഗുഡ് മൊറൈൽ ഉള്ള എംപ്ലോയി ഉണ്ടായാലേ പറ്റുള്ളൂ. ആദ്യം ഒരു ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം, എന്നാലേ അത് ഉണ്ടാവുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചാലും മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? ഒരു ഓർഗനൈസേഷൻ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമില്ല. വി ഹാവ് ടു ഡു whatever things come before us. നമ്മൾക്ക് മുമ്പിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ ടാസ്കുകളും അത് എന്റെ ജോലിയാണെന്ന് മനസ്സിലാക്കി ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളോടൊക്കെ പറയും എന്തെങ്കിലും ഇതൊക്കെ കണ്ടില്ലേ, അതങ്ങോട്ട് എടുത്തു വെക്കാൻ പാടില്ലേ, കണ്ടതല്ലേ ഈ വീട്ടിലുള്ള ആളല്ലേ എന്നൊക്കെ നമ്മൾ കുട്ടികളോട് ചോദിക്കില്ലേ. കണ്ടതെന്ന് ചില കുട്ടികൾക്ക് അത് പറയാതെ തന്നെ കണ്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ കിടക്കുന്നു, പക്ഷെ അത് അവിടെ ഇരിക്കേണ്ട സാധനമല്ല, അതിന്റെ ഒരു പ്രോപ്പർ പ്ലേസ് ഉണ്ട്, അവര് തന്നെ എടുത്ത് അവിടെ വയ്ക്കും. ചിലതുകൾ കണ്ടാലും നിർത്തിയാൽ കുറിച്ച് അങ്ങനെ പോയി കളയും അല്ലെ. നീ കണ്ടതല്ലേ, നിനക്ക് എടുത്ത് വെച്ചുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അവരെ വഴക്ക് പറയും, ചെയ്യാറില്ലേ. ഒരു മെന്റൽ അവസ്ഥയാണ്. അതിനൊന്നും ആരും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടതല്ല, അതിന് നമ്മുടെ കുഴിയിൽ നിന്ന് വരേണ്ട സാധനമാണ്. മനസ്സിലായിണ്ടാവും? മനസ്സിലായോ? മൊറൈൽ അടയാളപ്പെടുത്തിയോ? മൊറൈൽ എന്ന മീനിങ്. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പാർട്ട് ആണ് ഗ്രീവിയൻസ്. എംപ്ലോയി ഗ്രീവിയൻസ് ആണ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലൈന്റ് ആണ്. ഇഫ് വൺ ഓർ മോർ വർക്കേഴ്സ് ഹാവ് എനി കംപ്ലൈന്റ്സ്, അതായത് ഒന്നിലധികം അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആൾക്കാർക്ക് വർക്കേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രീവിയൻസ്. അതിന് നമ്മൾ ഗ്രീവിയൻസ് എന്നാണ് വിളിക്കുക. ഒന്നിലധികം എംപ്ലോയീസിന് ഉണ്ടാകുന്ന കംപ്ലൈന്റുകളെ നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കും. ഒരു കംപ്ലൈന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫ്രം ദ ഡിസ്കണ്ടന്റ്. ഡിസ്കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടന്റ് എന്ന് പറയുന്നത് എന്താ? സംതൃപ്തി, തൃപ്തിയില്ലായ്മയാണ്. എന്തിൽ തൃപ്തിയില്ലായ്മയാണ്? അതായത് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും തൃപ്തിയില്ലായ്മ. This is to be brought into the notice of management. മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തേണ്ട ചില അസംതൃപ്തികൾ, എംപ്ലോയീസിന് ഉണ്ടാകുന്ന അസംതൃപ്തികളാണ് എന്തിലേക്ക് നയിക്കുന്നത്? തീർച്ചയായിട്ടും ഗ്രീവിയൻസിലേക്ക് നയിക്കുന്നത്. റൈറ്റ്? മനസ്സിലായോ? പറഞ്ഞ എനിക്ക് മനസ്സിലായോ? സെന്റൻസ് വെച്ചിട്ട് പോയി സംശയം. കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞ സെന്റൻസിന്റെ മീനിങ് മനസ്സിലായോ? പെട്ടെന്ന് പറയും, തീരാറായി, സമയം പോണ്. അതായത് ഒന്നോ അതിലധികമോ ജോലിക്കാരില്ലേ. ഇപ്പൊ ഇവിടെ ഒരുപാട് ജോലിക്കാരല്ല, എംപ്ലോയീസ് ഉണ്ട്. നമ്മളെല്ലാവരും എംപ്ലോയീസ് എന്ന് പറയും. നമ്മൾക്ക് കിട്ടുന്ന വർക്കിംഗ് സിറ്റുവേഷനിൽ നമുക്ക് കോമൺ ആയിട്ട്, എനിക്ക് വ്യക്തിപരമായ എന്റെ ആവശ്യമല്ല, കോമൺ ആയിട്ടുള്ള ചില ആവശ്യങ്ങൾ എംപ്ലോയീസ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാം.
അല്ലെ? അത് ആവശ്യങ്ങളാകാം, അല്ലെങ്കിൽ ചില പരാതികളാകാം. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടുന്നില്ല, നമുക്ക് ആവശ്യത്തിന് ഇതില്ല അതില്ല, അങ്ങനെ കുറെ ഇല്ലായ്മകൾ. അതായത് അതാണ് നമ്മുടെ അസംതൃപ്തിക്ക് കാരണം. നമുക്ക് ധാരാളമായിട്ടുണ്ടെങ്കിൽ ഒരു അസംതൃപ്തിയില്ല, തൃപ്തിയായിരിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ പോരായ്മകൾ തോന്നും, അതിനെയാണ് ഡിസ്കണ്ടന്റ് എന്ന് വിളിക്കുക. ഈ ഡിസ്കണ്ടന്റ് വരുമ്പോ ഒന്നോ അതിലധികമോ വർക്കേഴ്സ് കൂടി ഒരുമിച്ച് ചേർന്ന് അത് മാനേജ്മെന്റിന്റെ നോട്ടീസിലേക്ക്, അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തണം. അപ്പൊ അങ്ങനെ പെടുത്തുന്ന ആ ഒരു കാര്യം, ആ പരാതികളാണ് എന്തെന്ന് വിളിക്കുക, ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. അത്തരം കംപ്ലൈന്റുകളാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഈ ഗ്രീവിയൻസ് എങ്ങനെ രേഖപ്പെടുത്തണം? എല്ലാവരും കൂടി ചെന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി കൂട്ടത്തോടെ പോയി മാനേജ്മെന്റിനോട് കാര്യം പറയാനുള്ളൂ. അത് എഴുതി തയ്യാറാക്കി പരാതികളാക്കി എന്ത് ചെയ്യണം? അവരുടെ ആവശ്യങ്ങൾ അവര് ക്ലെയിം ചെയ്യണം. ഓക്കെ, ഞങ്ങൾക്ക് ഇങ്ങനെ അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളെ നല്ല രീതിയിലല്ല ഇവിടെ പരിഗണിക്കുന്നത്, ഞങ്ങളും എംപ്ലോയീസ് ആണ്, പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു പരിഗണന ശരിയായ രീതിയിൽ ഇവിടെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചില പരാതികൾ ഉണ്ടെങ്കിൽ it should be written complaint ആയിട്ട് should be placed or noticed to the മാനേജ്മെന്റിനെ അറിയിക്കുന്നു. അങ്ങനെയുള്ള റിട്ടൺ കംപ്ലൈന്റ് ആണ് ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഒന്നാമത്തെയും മൂന്നാമത്തെയും ബുള്ളറ്റ് ഇട്ടിരിക്കുന്ന സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എംപ്ലോയി ഗ്രീവിയൻസിലെ 1-3. A complaint that affects one or more workers constitute a grievance. ഒന്നോ അതിലധികമോ ജോലിക്കാരെ എഫക്ട് ചെയ്യുന്ന കംപ്ലൈന്റുകളെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിട്ടൺ കംപ്ലൈന്റ് ഫൈൽഡ് ബൈ ദ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനെതിരെ ക്ലെയിമിംഗ്, അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എംപ്ലോയീസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് ഗ്രീവിയൻസ്. രണ്ടു അണ്ടർലൈൻ ചെയ്തോ? Yes, and the last one is എന്തൊക്കെയാണ് ഈ ഗ്രീവിയൻസിന് കാരണം? ഏതൊക്കെ കാര്യങ്ങളിൽ ഇങ്ങനെ പരാതികൾ ആളുകൾക്ക് ഉണ്ടാകാം? റിഗാർഡിംഗ് വേജസ്, അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. കൂലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് നമ്മൾ ഒരുപാട് ജോലി നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ, അത്രയും പണി ചെയ്തിട്ടും പക്ഷെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള വേജസ് അല്ല ഇവിടെ കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരാൾക്ക് മാത്രമാണ് പരാതിയെങ്കിൽ അത് ഗ്രീവിയൻസ് ആവില്ല, അത് ആളുടെ മാത്രം വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ സെയിം ഒപ്പീനിയൻ മറ്റേതെങ്കിലും കോവർക്കേഴ്സിന് ഉണ്ടെങ്കിൽ തീർച്ചയായും അതെന്തായി? പരാതിയായി, ഗ്രീവിയൻസ് ആയി. ഓക്കെ, അപ്പൊ വേജസിനെ സംബന്ധിച്ചിടത്തോളം റിഗാർഡിംഗ് സൂപ്പർവിഷൻ, നമ്മൾ ചെയ്യുന്ന ജോലികൾ എത്രത്തോളം നന്നായി ചെയ്യുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്കെങ്കിലും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് സൂപ്പർവൈസ് ചെയ്യണം. സോ അങ്ങനെ സൂപ്പർവിഷനിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ ഒന്നും നോക്കണമില്ല, അന്വേഷിക്കണമില്ല. നമ്മൾ ചെയ്തൊക്കെ ചെയ്യേണ്ട ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് നമ്മുടെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ വ്യക്തമാണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം അല്ലെ. നമ്മളിപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട്. മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഇടയ്ക്കെങ്കിലും നമ്മൾ ഈ അടുത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ ഏത് ഓർഗനൈസേഷനായാലും അവർ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാകാം. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ. ഇപ്പൊ ഓരോ വ്യക്തികളും ചെയ്യുന്ന ജോലികൾ എത്രത്തോളം ഉണ്ട്, അവര് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടേണ്ട അപ്രീസിയേഷൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് അവരുടെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. വർക്കിംഗ് കണ്ടീഷൻസ്, ഒരു ജോലി സ്ഥാപനത്തിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലായെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ്, അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലതായിരിക്കണം. അതായത് ആവശ്യത്തിന് എന്താ പറയാ, വാട്ടർ ഫെസിലിറ്റീസ്, വാഷ്റൂംസ്, ജോലിക്കാർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലെ, നമുക്കറിയാം ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്. അതുപോലെ എന്താ പറയാ, പ്യുവർ വാട്ടർ, വെള്ളം കുടിക്കാനായിട്ട്, അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലുള്ള ജനറൽ ആയിട്ടുള്ള ചില പൊതുവായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചും അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അതും മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അങ്ങനെയുള്ളതും ഗ്രീവിയൻസിൽ വരുന്നതാണ്. കളക്റ്റീവ് ബാർഗെയിനിങ്, ഒരുമിച്ച് എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഏതെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ബാർഗെയിൻ ചെയ്യാം. വിലപേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല, പക്ഷെ അവർ നൽകുന്ന സേവനത്തിന് അവർക്ക് കിട്ടുന്ന വേതനവും അതുപോലെ മറ്റ് സൗകര്യങ്ങളിലും എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ എല്ലാവരും കൂടി ചേർന്ന് വിലപേശാം. അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. അല്ലാതെ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് അതിന്റെ ബാർഗെയിനിങ് അല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ റീസൺസ് ഫോർ ഗ്രീവിയൻസ്. ഇതൊക്കെയാണ് പരാതികൾക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആ പരാതിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ എല്ലാം ഒന്ന് ടിക്കറ്റ് വെച്ചേക്കുക. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, വ്യക്തിപരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. വ്യക്തിപരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും ഓരോ എംപ്ലോയീസും അഫ്റ്റർ ഗ്രൂപ്പായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടും അവർക്ക് അഡ്വാൻസ്മെന്റ്, ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടേണ്ട അപ്രീസിയേഷൻ, ഇതെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്, അഡ്വാൻസ്മെന്റ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ. 5 പ്രോസസ്സും ടിക്കറ്റ് വെക്കാം.
And if the grievances are not handled or the grievance redressal എന്ന് വെച്ചാൽ ഗ്രീവിയൻസുകളൊക്കെ പരാതികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തോളാം, അതിന് കൃത്യമായ തക്കതായ എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി എന്ന് വെച്ചാൽ അത് തൃപ്തമായില്ലെങ്കിൽ, അത് വെച്ചാൽ അവർ നടത്തിയ കംപ്ലൈന്റുകൾക്ക് കൃത്യമായ എന്താ പറയാ ഉത്തരം, സൊല്യൂഷൻ, പ്രതിഫലം ഒക്കെ നടത്തിയില്ല എങ്കിൽ ഇതുവരെയും there will be always dispute among the labor and management. തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ എപ്പോഴും വഴക്കുമൊക്കെ അല്ലെ, എപ്പോഴും ജാവയ്ക്ക് പോകുക, കൊടി പിടിക്കുക, എന്താ പറയാ സ്ട്രൈക്ക് പ്രഖ്യാപിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകും. ആൾക്കാര് ജോലി ചെയ്യാതെ പണി മുടക്കിയിരിക്കുക അല്ലെ, സമരത്തിലൊക്കെ പോകും. അതെന്തുകൊണ്ടാ? ബിക്കോസ് അവരുടെ ഗ്രീവിയൻസ്, പരാതികളെല്ലാം കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് അതിനെല്ലാം റീഡ്രസൽ കൊടുക്കണം. എന്ന് വെച്ചാൽ അതിന് പ്രത്യുത്തരം നൽകണം, കൃത്യമായ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അത് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാതെ പോയാൽ അത് മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള പോരായ്മയാണ്, ലിമിറ്റേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ മാനേജ്മെന്റ് ഓർഗനൈസേഷന് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നേട്ടം അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഫൈനലി ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് അവർ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വലിയ ഒരുപാടൊരു ചാപ്റ്റർ ആയിരുന്നു. അതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. എംപ്ലോയീസിനെ കുറിച്ചിട്ട്, എംപ്ലോയീസിന്റെ നേച്ചർ, ഓരോ എംപ്ലോയീസിലും അവരവരുടെ സ്വഭാവ രീതികളിലുള്ള വൈവിധ്യങ്ങള്, അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരെയും മാനേജ് ചെയ്യാനുണ്ടാകുന്ന പരാപ്പാടുകള്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനകത്ത് വീണ്ടും നമ്മൾ ഒരുപാട് പേഴ്സണൽ പോളിസീസ്, തൊഴിൽപരമായ നയങ്ങള്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പേഴ്സണൽ മാനേജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസങ്ങള് അല്ലെ, അതിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂ, ട്രെയിനിങ്, മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ട്രെയിനിങ്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാർക്കും ചെയ്തിട്ടുണ്ട്. എന്നാൽ വായിച്ച് മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ കുറച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അതെ, ഹ്യൂമൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു എന്താ പറയാ, ഒരു സബായിട്ടൊക്കെ പറയേണ്ടതാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ. അതുകൊണ്ട് തന്നെ അത് എംപ്ലോയീസിനെ മാത്രം മാനേജ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മളാണെങ്കിലോ എംപ്ലോയീസിനെ മാത്രം മാനേജ് ചെയ്താൽ പോരാ, ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യേണ്ടവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ ഈ പറയുന്ന സ്ഥലത്തെയും മാനേജ്മെന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും നമ്മൾ അറിയണം. ബിക്കോസ് നമ്മൾ എല്ലാവരെയും മാനേജ് ചെയ്യേണ്ടതാണ്. എല്ലായിടവും ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യേണ്ടവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അതുകൊണ്ട് തന്നെ വിശാലമായി ഈ ചാപ്റ്റർ നന്നായി വായിച്ച് മനസ്സിലാക്കി പൊക്കോ. കാരണം എന്തെങ്കിലും ഒരു ഇന്റർവ്യൂലൊക്കെ നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ചോദ്യം. ഐ തിങ്ക് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളുകൾ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കുക. അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. മറ്റേത് ആൾക്കാരും പഠിച്ചെടുത്ത് മനസ്സിലാക്കി പറയാൻ പറ്റും ഇന്ന രോഗം, ഇന്ന രോഗത്തിന് ഇന്ന ട്രീറ്റ്മെന്റ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ്. ഇന്നാണെങ്കിൽ നമുക്കൊക്കെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളെ പരിചയമുണ്ട്. കാരണം അങ്ങനത്തെ അസുഖങ്ങളാണ് നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ സമയത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഇത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ മൊത്തത്തിൽ കിട്ടേണ്ട ചില മാനേജ്മെന്റുകൾ വരുന്ന വിഭാഗങ്ങളാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കുറച്ചുകൂടി കൂടുതൽ അറിയേണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അടയാളപ്പെടുത്താൻ പറഞ്ഞൊക്കെ പഠിച്ചു വെക്കാം. ഇപ്പൊ നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ആ ഒരു ചാപ്റ്റർ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് തീർന്നു. നമ്മൾ അടുത്ത ദിവസം അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് വരും. ഇതുപോലെ തന്നെ ഒരു ഇച്ചിരി അത്രയും വലിപ്പമില്ലെങ്കിലും എന്നാലും കമ്പാരിറ്റീവില് അതിന്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന അത്രയുള്ള ഒരു ചാപ്റ്റർ ആണ് വരിക. ഇന്ത്യക്കാരുടെ ചാപ്റ്റർ കൊണ്ട് തീർത്തേ ഉള്ളൂ. അടുത്ത ചാപ്റ്റർ കൊണ്ട് അടുത്ത ദിവസം വരും എന്ന് പറഞ്ഞാണ് മിസ് ഇറങ്ങി പോകാൻ പോണെന്ന് വിചാരിച്ച് ദേഷ്യപ്പെടരുത്. കാരണം ഞാൻ എന്ത് ചെയ്യാനാ, നമുക്ക് പഠിച്ചില്ലേ തീരും. അപ്പൊ നമുക്ക് കുറെ കാര്യം പഠിച്ചെന്ന് അറിയണ്ടേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തിട്ട് ഒന്നും പഠിച്ചില്ല, പെട്ടെന്ന് ഓരോരുത്തരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നി നോക്കും. അങ്ങനെ സിമ്പിൾ ആവാൻ പാടില്ല. നമ്മൾ ഇത്ര എനർജി ഒക്കെ എടുത്ത് പഠിക്കുന്നതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇച്ചിരി കൂടുതൽ കട്ടിയായിട്ടിരിക്കട്ടെ. അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് വലിയ ചാപ്റ്റർ ആണെന്നൊന്നും ഞാൻ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചതാണ്. മെഡിക്കൽ ഇൻഷുറൻസ് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമുക്കൊരു കോമൺ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടോ? ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടോ എന്ന് പറഞ്ഞേ. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് സ്കീമില് പെടാത്ത ആൾക്കാരുണ്ടോ? എല്ലാവരിലും